മക്കളെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട് യൂറോപ്പിന്റെ ടോപ്പോഗ്രഫിക്കൽ ഡിവിഷൻസ് അഥവാ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ പരിശോധിച്ച് ചോദിക്കാൻ ഭയങ്കര സാധ്യതയുള്ള ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടുള്ള കാര്യമാണിത്. ഒന്ന് നോർത്തേൺ വെസ്റ്റേൺ ഹൈലൻഡ്സുകൾ ഉണ്ടല്ലോ, അഥവാ വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ നമുക്ക് വരുന്നില്ലേ, അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാ? സ്നോ കവേർഡ് മൗണ്ടൻസ് അഥവാ മഞ്ഞു മൂടിയ മലകൾ വരുന്നുണ്ട്. ഫ്യോർഡുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഇഴഞ്ഞു നീങ്ങുന്ന കടൽ തീരങ്ങൾ അവിടുത്തെ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതേസമയം രണ്ടാമത്താണ് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഏറ്റവും കൃഷി നടക്കുന്ന സ്ഥലമാട്ടോ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അവിടെയാണ് സ്റ്റെപ്പിസ് എന്ന് പറയുന്ന പുൽമേടുകൾ കാണുന്നത്. കൂടാതെ ഫ്ലാറ്റ് ഫെർട്ടിൽ പ്ലെയിൻ, കൃത്യമായിട്ട് കൃഷി നടക്കണമെങ്കിൽ എന്ത് വിളിക്കണം? അവിടെ നല്ല കൃഷി ചെയ്യണമെങ്കിൽ നല്ല ഭൂമി എന്ത് ചെയ്യണം? നല്ല ഫെർട്ടിൽ ആയിട്ടുള്ള ഫലഭൂഷ്ടമായ ഭൂമി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അതുപോലെ സെൻട്രൽ അപ്ലാൻസ് എന്ന് പറയുന്നത് മധ്യ ഉന്നത തടമാണ്. മധ്യ ഉന്നത തടത്തിന്റെ പ്രത്യേകത എന്താണ്? സ്മാൾ ഹിൽസ്, ചെറിയ കുന്നുകളാ, പ്ലാറ്റ്യൂസ്, പീഠഭൂമികളൊക്കെ അവിടെ കാണാൻ പറ്റും. ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം, ആൽപൈൻ പർവ്വതനിരകളുടെ പ്രത്യേകത എന്താണോ? അത് യങ് ഫോൾഡ് മൗണ്ടൻസ് ആണെന്ന് വെച്ചാൽ ചെറിയ മൗണ്ടൻസ്, മടക്ക് പർവ്വതങ്ങളാണുള്ളത് അവിടെ. അതുപോലെ തന്നെ അവിടെ കാണുന്ന പ്രധാനമായിട്ടുള്ള മൗണ്ടൻസ് ആണ് ആൽപ്സ്, കോക്കസ്, കാർപാർത്തിയൻസ് അറിയോ? ഡ്രാക്കുളൊക്കെ ഇല്ലേ, ആ ഡ്രാക്കുള കോട്ടൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. കൃത്യമായിട്ട് പഠിച്ചു നോക്കോ, ഇത് നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ.